ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഈ വചനത്തിൻ്റെ കീഴിൽ ഇപ്പോൾ ആയിരിക്കാൻ നമ്മളെല്ലാം അനുഗ്രഹിച്ചവനായ ദൈവത്തെ മുന്നമേ സ്തുതിക്കുന്നു. ഈ പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള അനേകരുണ്ട്. ഈ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുവാൻ, അത് ഗ്രഹിക്കുവാനും താല്പര്യമുള്ള അനേകരുണ്ട്. ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഇഷ്ടമുള്ള അനേകരുണ്ട്. എന്നാൽ തന്നെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവർ അധികമില്ല. നടന്നു വന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കുവാൻ, അവിടെ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുവാൻ, തനിക്ക് വന്നുപോയ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുവാൻ, അത് ഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് 19-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വലിയൊരു ചോദ്യം തന്നോട് തന്നെ ചോദിക്കുന്നുണ്ട്. അത് വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. ഒരു കാര്യം മാത്രം ഗ്രഹിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്. 19:12 തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. ദൈവത്തിന് സ്തോത്രം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര് എന്ന് ചോദിക്കുക. എൻ്റെ തന്നെ തെറ്റുകളെ ഗ്രഹിക്കാൻ എനിക്ക് കഴിയുമോ? ഞാൻ ഇത്രകാലം ചെയ്തു പോയ തെറ്റുകൾ, ചെറുതും വലുതുമായ അനേകമായ തെറ്റുകളെ, എനിക്ക് ആ പാപങ്ങളെ ഗ്രഹിക്കാൻ എനിക്ക് കഴിവുണ്ടോ? എന്നെ അതിന് ആര് സഹായിക്കും? വളരെ ചിന്താദീപകമായ ഒരു ചോദ്യമാണത്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കില്ല. ഈ ലോകത്തിൽ മനുഷ്യർ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളായി തന്നെ ജീവിക്കുമ്പോൾ നാം ശരിയാണ്, നാം അനേക കാര്യങ്ങളിൽ തെറ്റാത്തവരാണ്. തെറ്റിയാലും ഇപ്പോൾ എനിക്ക് തെറ്റില്ല, ഞാൻ പറഞ്ഞ വാക്ക് തെറ്റില്ല, എൻ്റെ പ്രവൃത്തികൾ തെറ്റില്ല, ഞാൻ ശരിയാണ്. എല്ലാത്തിനും ന്യായം കണ്ടുപിടിക്കുന്ന, നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും ന്യായം കണ്ടുപിടിച്ച് ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം തന്നെ എങ്ങനെയാണോ എന്ന് നമുക്ക് ഈ ദിവസം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കാരണം ദാവീദിന് വലിയ തെറ്റുകൾ സംഭവിച്ചു പോയി. വലിയ ഹീനകൃത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. അലസമായിരുന്ന ഒരു ദിവസത്തിൽ ദൂരെ ഒരു കുളത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നതും, അവളെ കണ്ട് മോഹിച്ചതും, അവളെ അരമനയിലേക്ക് വരുത്തിയതും, അവളുമായി വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടതും, അവൾ ഗർഭിണിയായതും, പ്രിയപ്പെട്ടവനായ അവൻ്റെ ഭർത്താവിനെ വിളിച്ചു വരുത്തിയതും, മദ്യപിച്ചതും, അവസാനം കൊലയ്ക്ക് കൊടുത്തതുമെല്ലാം ഒരു പഴങ്കഥ പോലെ അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല. എന്നാൽ വിധവയായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യയായി അവൻ തന്നെ അരമനയിലേക്ക് വരുത്തി ഭാര്യയായി എടുക്കുകയും എല്ലാം ചെയ്തു. എന്നാൽ അവനൊരു പാപബോധമുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകൻ, കർത്താവിൻ്റെ പ്രവാചകൻ, നാഥാൻ പ്രവാചകൻ ഒരിക്കൽ അങ്ങോട്ട് അരമനയിലേക്ക് കടന്നു വന്നിട്ട് ഇത്രയും ഹീനകൃത്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ ഈ രാജ്യത്തുണ്ട് എന്നൊരു ചെറിയ കഥയിലൂടെ അദ്ദേഹത്തിനോട് ബോധ്യം വരുത്തി കഴിഞ്ഞപ്പോൾ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ ഇടപെട്ടപ്പോൾ, നാഥാൻ പ്രവാചകൻ അങ്ങനെ ഒരു വ്യക്തി ഈ രാജ്യത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ആ മനുഷ്യൻ എൻ്റെ രാജ്യത്തുണ്ടെങ്കിൽ അവൻ മരണയോഗ്യനെന്ന് രാജാവായ ദാവീദ് പറയുകയുണ്ടായി. എന്നാൽ വളരെ ശാന്തനായി പ്രവാചകൻ രാജാവിനോട് പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ എന്ന്. ആ മനുഷ്യൻ നീ തന്നെ എന്നുള്ള ആ വാക്ക് അസ്ത്രം പോലെ ദാവീദിൻ്റെ ഹൃദയത്തിലേക്ക് ചെന്ന് തറച്ചപ്പോൾ വലിയൊരു പാവബോധം അവനുണ്ടായി. എനിക്ക് തെറ്റിപ്പോയി എന്ന് മനസ്സിലായി. ഉടനെ തന്നെ രാജാവിരിക്കുന്ന വലിയ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി ആ വലിയ ഒരു അനുതാപത്തിൻ്റെ ശുശ്രൂഷ അവൻ കഴിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ അനുതാപത്തിൻ്റെ വഴികളിലൂടെ നടന്നപ്പോഴാണ് മനസ്സിലായത്, അനേകം തെറ്റുകൾ, ചെറുതും വലുതുമായ അനേകം തെറ്റുകൾ എനിക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കരഞ്ഞുകൊണ്ട് അനേകം ഗീതങ്ങളവൻ, സ്വർണ്ണ ഗീതങ്ങളവൻ എഴുതി. ദൈവത്തിന് സ്തോത്രം. അതിലൊരു ഗീതത്തിലെ ഒരു വാക്കാണ് നാം വായിച്ചു കേട്ടത്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്. അത് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥനയാണ്, നല്ലൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമുക്കും ഇപ്പോൾ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. വലിയൊരു പ്രാർത്ഥന നമുക്ക് തുടർന്ന് വായിക്കാം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ എന്ന്. എനിക്ക് മറഞ്ഞിരിക്കുന്ന, എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന, എൻ്റെ ബോധത്തിന് മറഞ്ഞിരിക്കുന്ന, എൻ്റെ ബുദ്ധിക്ക് മറഞ്ഞിരിക്കുന്ന അനേകം തെറ്റുകൾ എനിക്ക് വന്നുപോയല്ലോ കർത്താവേ. ഞാൻ ജീവിച്ച് ഇവിടം വരെ വന്നല്ലോ, വന്ന വഴിക്ക് ഞാൻ ചെയ്തു പോയ പാപങ്ങൾ, എൻ്റെ വാക്കിലൂടെ, നോക്കിലൂടെ, ചിന്തയിലൂടെ, പ്രവൃത്തിയിലൂടെ എല്ലാം ചെയ്തു പോയ അനേക പാപങ്ങൾ എനിക്ക് വന്നല്ലോ കർത്താവേ. നീ അതെല്ലാം ഒന്ന് മോചിച്ച് തരണമേ. ആ ഹിഡൻ ഫോൾട്ട്സ്, എവിടെയോ മറഞ്ഞിരിക്കുന്ന, നിഗൂഢമായി കിടക്കുന്ന, സുഷുപ്തിയിൽ കിടക്കുന്ന ആ പാപങ്ങളെ നീ എനിക്കൊന്ന് കാണിച്ചു തരണമേ. എനിക്ക് നീ അതൊന്ന് മായ്ച്ചു തരണമേ. അതിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണമേ എന്നുള്ള ഒരു ഹൃദയംഗമമായ പ്രാർത്ഥന, വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഇസ്രായേലിൻ്റെ രാജാവ് തന്നെ പ്രാർത്ഥിക്കുകയാണ്. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ എന്ന്. ആ സ്വമേധാ പാപങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണത്. സ്വമേധാ പാപങ്ങൾ, വീണ്ടും വീണ്ടും വരുന്ന പാപങ്ങൾ, വീണ്ടും വീണ്ടും ചെയ്തത് തെറ്റാണെന്നറിയാം, എന്നാലും ഈ പറഞ്ഞത് നുണയാണെന്നറിയാം, ഈ ചെയ്തത് വഞ്ചനയാണെന്നറിയാം, ഇത് കാപട്യമാണെന്നറിയാം, എന്നാലും അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രകാലം വചനം കേട്ടിട്ടും, ഇത്രകാലം പള്ളിയിൽ പോയിട്ടും, ഇത്രകാലം നാം ക്രിസ്ത്യാനിയായിട്ട് ചെയ്തിട്ടും, കുമ്പസാരിച്ചോ കുർബാന കൈക്കൊണ്ടു അതേ പാപത്തിൽ തന്നെ വീര്യം പ്രാപിച്ചു വരുന്ന നമ്മൾ ഈ ദാവീദിൻ്റെ പ്രാർത്ഥന ഈ നിമിഷം ഏറ്റുപല്ലുകയാണെങ്കിൽ എത്ര നന്നായിരിക്കുന്നു ദൈവത്തിന്. സ്വമേധാ പാപങ്ങളിൽ നിന്ന്, ഡെലിബറേറ്റ് റോങ്സ് എന്ന് പറയുന്നത്, ഡെലിബറേറ്റായിട്ട് തെറ്റുകൾ ചെയ്യുക. ആ ഡെലിബറേറ്റ് റോങ്സിൽ നിന്ന് അടിയനെ ഒന്ന് വിടുവിക്കണമേ. പാപം എന്നിൽ വാഴരുതേ എന്ന്. പാപത്തിൻ്റെ അതീതനായ പിശാച് എന്നിൽ വാഴരുതേ. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. യോഹന്നാൻ ശ്ലീഹ എഴുതി 1 യോഹന്നാൻ 3:8 നാം വായിച്ചു കേൾക്കുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവനാണ്. അവൻ നമ്മളെ കൊണ്ട് നിരന്തരം പാപം ചെയ്യിക്കുന്നവനാണ്. അവൻ എന്നിൽ വാഴാൻ അനുവദിക്കരുതേ. പാപം എന്നിൽ വാഴരുതേ. ഇന്ന് മുതൽ എനിക്ക് അറിയാവുന്ന ഒരു തെറ്റാണെന്നറിയാവുന്ന ഒരു കാര്യം, പാപമാണെന്ന് അറിയാവുന്ന ഒരു കാര്യം ഇന്നു മുതൽ എനിക്ക് ചെയ്യാതിരിക്കാൻ കർത്താവേ നീ എന്നെ സഹായിക്കണമേ. നിൻ്റെ ആത്മാവ് എന്നോട് സംവേദിക്കണമേ. കർത്താവേ നീ എൻ്റെ കണ്ണിന് ആ കാഴ്ചയൊന്ന് തരണമേ. എനിക്കൊരു കണ്ണുകാഴ്ച തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമാകുന്നു എന്ന വചനത്തിൽ തന്നെ പറഞ്ഞു. എന്നാൽ ഞാൻ നിഷ്കളങ്കനും നീ എന്നോട് ഇങ്ങനെ ചെയ്താൽ, ഈ പാപം എൻ്റെ മേൽ വാഴാതിരുന്നാൽ ഞാൻ നിഷ്കളങ്കനായിരുന്നുകൊള്ളാം. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ നിഷ്കളങ്കനായിരുന്നുകൊള്ളാം. അത് നല്ലൊരു സമർപ്പണമാണ്. കർത്താവേ നീ എന്നോട് കരുണ ചെയ്യുകയാണെങ്കിൽ, കർത്താവേ എനിക്ക് അറിയാവുന്ന തെറ്റുകൾ ഡെലിബറേറ്റായിട്ട് ഞാനൊരു സിൻ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിഷ്കളങ്കനായി ഇത്ര വലിയ ക്രൂര കൃത്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് മനസ്സിലായില്ലല്ലോ കർത്താവേ. ഇനി ഞാൻ അത്തരത്തിലുള്ള ഒരു ചെറിയ പാപത്തിൽ പോലും വീഴില്ല എന്നൊരു സമർപ്പണം ദാവീദ് അവിടെ പറയുന്നുണ്ട്. ഒരു പ്രാർത്ഥനയും കൂടെ നമുക്ക് താഴോട്ട് കേൾക്കുമ്പോൾ കേൾക്കാം. എൻ്റെ പാറയും വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിക്കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ വലിയൊരു പ്രാർത്ഥനയാണ്. എൻ്റെ വായിലെ വാക്കുകൾ, ഇത്രകാലം ഞാൻ എൻ്റെ നാവ് കൊണ്ട് ചെയ്ത തെറ്റുകൾ, ഇത്രകാലം എൻ്റെ നാവിലൂടെ വന്ന മോശം വാക്കുകൾ, ചീത്ത വാക്കുകൾ, അനേകരെ കളിയാക്കുന്ന വാക്കുകൾ, അനേകരെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, പിറുപിറുപ്പിൻ്റെ വാക്കുകൾ, എൻ്റെ വായിലെ വാക്കുകൾ, കർത്താവെ ഇതുവരെ എന്നെ ചതിച്ചതായിട്ടുള്ള എൻ്റെ വായിലെ വാക്കുകളെ നീ ഒന്ന് നിയന്ത്രിച്ച് തരണമേ. എൻ്റെ നാവിന്മേൽ നിൻ്റെ രക്തമൊന്ന് പുരട്ടി തരണമേ. കർത്താവിനോടുള്ള ഒരു നിഷ്കളങ്കമായ പ്രാർത്ഥന
ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ആ കൂടെ നിന്ന് പ്രാർത്ഥിക്കാം. സ്പോക്കൺ വേർഡ്സ് ആൻഡ് അൺസ്പോക്കൺ തോട്ട്സ്, ഹൃദയത്തിലെ ധ്യാനം, വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും എന്നെ ഒന്ന് നിയന്ത്രിച്ച് തരണമേ. കർത്താവ്, നീ എൻ്റെ ഹൃദയം അറിയുന്നു. നീ എൻ്റെ ഹൃദയം അറിയുന്നത് പോലെ ഈ ലോകത്തിൽ ആരും അറിയുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ പോകുന്ന ചിന്തകൾ, പാളിയ ചിന്തകൾ, അനേകരെ കബളിപ്പിക്കുവാൻ കാപട്യത്തിലൂടെയും അനേകരെ കുറ്റപ്പെടുത്തുകയും അനേകരെ എന്തെല്ലാം വിഷമങ്ങളിൽ ചെന്ന് ചാടിച്ചതും അവരോട് കർക്കശമായിട്ട് പറഞ്ഞതും അനേകരെ ഭീഷണിപ്പെടുത്തിയതും എല്ലാം ഞാൻ ഓർക്കുന്നു കർത്താവേ. എൻ്റെ ഹൃദയത്തിലൂടെ പോകുന്ന കാഴ്ചകൾ, അനേകരോടുള്ള വലിയ ദേഷ്യം, വലിയ കോപം, കട്ട പിടിച്ചിരുന്ന ഹൃദയം, ദൈവമേ നീ അറിയുന്നല്ലോ കർത്താവേ. എൻ്റെ ആ അൺസ്പോക്കൺ തോട്ട്സിനെ എൻ്റെ ഹൃദയത്തിനെ നീ ഒന്ന് ശാന്തമാക്കി തരണമേ. നീ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ നിനക്ക് സന്തോഷം വരുന്ന രീതിയിലായിരിക്കട്ടെ എൻ്റെ ധ്യാനം, എൻ്റെ പ്രാർത്ഥന. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. അങ്ങനെ ഒരു വ്യക്തിയായി മാറ്റാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് പറയാം. പക്ഷേ എന്നാൽ യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോടും എല്ലാം പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് യെശയ്യാ പ്രവാചകൻ്റെ ഒരു ധ്യാനം, യെശയ്യാ പ്രവാചകൻ്റെ ഒരു പ്രവചനം വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ കേൾക്കും, പക്ഷേ നമുക്കത് ബോധം വരില്ല, നമ്മുടെ ബോധത്തിലേക്ക് അത് വരില്ല, നമുക്കത് ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. പല കാര്യങ്ങളും നമ്മൾ കാണും, പക്ഷേ നമുക്കത് കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല. അവൻ്റെ നിർമ്മലമായ വചനങ്ങൾ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, പക്ഷേ നാം അത് ഗ്രഹിക്കില്ല എന്ന് പ്രവാചക വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറയുന്നുണ്ട്. മത്തായി 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ ഭയനിർദ്ദേശം നമുക്ക് തരികയാണ്. ഇത്ര കാലമായിട്ട് നമ്മൾ പള്ളിയിൽ പോയി, ഇത്ര കാലമായിട്ട് നാം സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുന്നു, ഇത്ര കാലമായിട്ട് നമ്മൾ പെരുന്നാൾ കൂടുന്നു, ഇത്ര കാലമായിട്ട് നമ്മൾ ചിലപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആത്മീയത്തിന് വേണ്ടി ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ചെവി തുറന്നിട്ടുണ്ടോ? ഈ കേട്ട വചനം, കർത്താവ് പറഞ്ഞ വചനം നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടോ? അത് വലിയൊരു ഭാഗ്യമാണ് പ്രിയരെ. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ വാക്യം നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ്, അത് ഗ്രഹിക്കുമ്പോഴാണ്, നമ്മുടെ ആത്മാവിൽ നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ നടുങ്ങിപ്പോകുന്നത്. ഒരിക്കൽ സങ്കീർത്തനം 4:4 ഞാൻ കേട്ടു, നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പിനെന്ന്, നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പിനെന്ന്. അപ്പോഴാണ് ഞാൻ ശരിക്കും ഞെടുങ്ങിപ്പോയത്, ശരിക്കും ലിറ്ററലി നടുങ്ങിപ്പോയി. കാരണം ആ പ്രകമ്പനം, എൻ്റെ ചെവിയിൽ പ്രകമ്പനം കൊള്ളുന്നത് പോലെ വാക്ക് വന്ന് വീണത് ഞാൻ ഓർക്കുന്നുണ്ട്. കർത്താവേ, ഞാൻ എന്തെല്ലാം പാപങ്ങളിൽ ചെയ്തവനാണ്, ഞാൻ ആരെല്ലാം കബളിപ്പിച്ച് നടന്നവനാണ്, എല്ലാവരുടെയും മുന്നേ നല്ല വെള്ള ചമഞ്ഞ് നടന്നവനാണ്, എന്തോ അറിയാവുന്ന പാവത്തിൽ നടന്നവനാണ്, എന്തോ ഡിഗ്രി എടുത്തവനാണെന്നുള്ള പാവത്തിൽ നടന്നവനാണ്. കർത്താവെ, നിസ്സാരനായ ഞാൻ അവൻ്റെ വചനത്തിന് മുമ്പിൽ താളടിയായി പോയി കർത്താവെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ വാക്ക് നമ്മൾ ഓർത്തിരിക്കണം. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, ഹൃദയത്തിലാണ് തടിപ്പ്, ഹൃദയത്തിലാണ് തഴമ്പ്. ഇനി എനിക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഇത്ര കാലം ഞാൻ വചനം കേട്ടല്ലോ, എനിക്ക് പുസ്തകങ്ങളുണ്ടല്ലോ, അനേക കാര്യങ്ങൾ യൂട്യൂബിലുണ്ടല്ലോ, പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ കൃത്യമായിട്ട് എല്ലാ പദാരം കൊടുക്കുന്നുണ്ടല്ലോ, അനേകരെ സഹായിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്കെന്താണ് കുഴപ്പം? ഇങ്ങനെ നമ്മൾ അനേകരെ ചിന്തിച്ച് നമ്മൾ സ്വയം നീതീകരിച്ചിരിക്കുന്ന അനേകരെ നമുക്ക് ഇന്ന് ക്രൈസ്തവ ലോകത്ത് കാണാം. എന്നാൽ നന്മ ചെയ്യുന്നവൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മനോഹരമായ ഒരു ഉപമയിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. അതേ അധ്യായത്തിൽ തന്നെ 13-ാം അധ്യായത്തിൻ്റെ 24 വരെ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു ചെറിയ ഉപമയിലൂടെ, ഒരു കഥയിലൂടെ നമ്മുടെ എല്ലാം ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്, നമ്മുടെ ഹൃദയത്തിലൂടെ എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് ഏവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ നാം എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഒരു സ്വർഗരാജ്യത്തെത്തുക, ഒരു നിത്യരാജ്യത്തിലെത്തുക, ഒരു നിത്യജീവൻ പ്രാപിക്കുക. അത് എങ്ങനെയാണ്? അത് എന്തിനോട് സദൃശ്യമെന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കാനായിട്ട് തയ്യാറായി വെച്ചിരിക്കുന്ന വലിയൊരു വയലിനോട് സദൃശ്യം. അവിടെ വിത്ത് വിതയ്ക്കാനായിട്ട് ആ കൃഷിക്കാരൻ, ആ നല്ലവനായ കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കാൻ വരെ എല്ലാ പൊട്ടും പൊടിയും മാറ്റി നല്ല ക്ലീനാക്കി നല്ല മനോഹരമായി തയ്യാറാക്കിയിരിക്കുന്ന ഹൃദയമാകുന്ന വയലിലേക്ക് അവൻ്റെ വചനമാകുന്ന വിത്ത്
അവൻ വിതയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വലിയ പ്രതീക്ഷയോടെയാണ് വിതയ്ക്കുന്നത്. ആ വചനം കൃത്യമായി അത് ഗ്രഹിക്കും, അത് വളരും, അത് മുൻപോട്ട് വരും, അത് പുഷ്പിക്കും, അത് ഫലം കായ്ക്കും എന്നെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി ആ നല്ലവനായ കൃഷിക്കാരൻ ആ വിത്ത് വിതയ്ക്കുകയാണ്. നമ്മുടെ ഹൃദയമാകുന്ന വയലിലേക്ക് ആ വിത്ത് വിതയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം ഈ ഹൃദയത്തിലേക്കാണ് വന്ന് വീഴുന്നത്. എന്നാൽ എന്നാൽ ഒരു കാര്യം, ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അപ്പോൾ അവിടെ സംഭവിക്കുകയാണ്. 13:25. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് കടന്നുപോയി. മനുഷ്യൻ ഉറങ്ങിപ്പോയി, മനുഷ്യൻ അലസമായി കിടന്നുപോയി, മനുഷ്യൻ അത്ര കാര്യം ഗൗരവമില്ലാതെ ആത്മീയ ജീവിതം നല്ലപോലെ തുടങ്ങിയതാ, നിഷ്കളങ്കനായി തുടങ്ങിയതാ, പാവം പറ്റാതെ ജീവിക്കണം തുടങ്ങിയതാ, വചനം കേട്ട് തുടങ്ങിയതാ. പക്ഷേ ഇടയ്ക്കൊന്ന് അലസനായിപ്പോയി, ഇടയ്ക്കൊന്ന് മയങ്ങിപ്പോയി, ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി. വീട്ടിലിരുന്ന് കേട്ടാലും മതിയല്ലോ. എന്തിനാണ് നമ്മൾ വചനസംഘത്തോട്ട് പോകുന്നത്? അനേക കാര്യങ്ങൾ യൂട്യൂബിലുണ്ടല്ലോ, അത് മതിയല്ലോ. അല്ലെങ്കിൽ ഞാൻ പള്ളി പോകുന്നുണ്ടല്ലോ, അത് മതിയല്ലോ. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, അതുപോരെ. ഞാൻ എന്ത് തെറ്റാ ചെയ്യുന്നത്? അങ്ങനെ അലസമായി പോയാൽ, ഒരു അലസ ഹൃദയത്തിലേക്ക് എന്തു പറ്റും? ഈ പിശാച് അടങ്ങിയിരിക്കുന്നവനല്ല, പിശാച് അലസനല്ല പ്രിയരെ. ഒരു കാലത്തും രാത്രിയിലും പകലും അലസനാകാത്ത സദാ ജാഗരൂകനായിരിക്കുന്ന ഒരാളാണ് പിശാച്. അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ഊടാടി നടക്കുന്നവനാണ്. അലസമായി കിടക്കുമ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ വിത്ത്, ആ പാപത്തിൻ്റെ വിത്ത്, പാപത്തിൻ്റെ പിതാവായിരിക്കുന്നവൻ ആ പാപത്തിൻ്റെ വിത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ, നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അവൻ വിതച്ചിട്ട് പോയി. ആരും അറിഞ്ഞില്ല, നേരം വെളുത്തപ്പോഴൊന്നും അറിഞ്ഞില്ല. അവൻ വിതച്ചിട്ട് പോയി. അത് വലിയൊരു കാപട്യം അവനോട് ചെയ്തു, വലിയൊരു ചതി അവനോട് ചെയ്തു പോയി. നമുക്കൊന്നും മനസ്സിലായില്ല. ഞാറ് വളർന്നു കഴിഞ്ഞപ്പോൾ ശാന്തമായിട്ടാണ് വളർന്നത്. എല്ലാവരും നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടത്തിനകത്ത് നിറച്ച് ഞാറാ നിൽക്കുന്നത്. ഗോതമ്പിൻ്റെ നല്ല ചെടികൾ മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. അടുത്ത വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. ഞാറ് വളർന്നെല്ലാം വന്നപ്പോൾ ഒരു കുഴപ്പമില്ല, വേറെ ഒന്നും കാണാനില്ല, നല്ല മനോഹരമായിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. പക്ഷേ അത് ഒരു യൗവനപ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, പൂക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഫലം വരാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് രണ്ടായിട്ട് ഒരു കളകൾ അവിടെ നിൽക്കുന്നു. കുഞ്ഞു കുട്ടികൾ പഠിച്ചു വരുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല. അവർ നല്ല നിഷ്കളങ്കരായ കുട്ടികളല്ലേ, ചെറിയ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. മുറ്റത്തൂടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തന്നെ കുഞ്ഞുങ്ങൾ വളർന്നു പോകുമ്പോൾ, വളർന്ന് ചോടിച്ചാടി കളിച്ച് നടക്കുന്ന സമയത്ത് മോനെ പള്ളി പോടാ, മോനെ വചനത്തിന് പോടാ, മോനെ ഇതെല്ലാം ചെയ്യുമ്പോൾ അവർ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു വ്യത്യാസവും തോന്നുന്നില്ല. പക്ഷേ അവർ മുതിർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോൾ, +2 പഠിക്കുമ്പോൾ, കോളേജിലേക്കൊക്കെ പഠിക്കുമ്പോൾ തിന്മയുമായി ഇടകലർന്നുള്ള ഒരു ജീവിതം. കാരണം ശത്രു വിതച്ചത്, ആ പിശാച് വിതച്ച ആ വിത്ത് അവിടെ കിടക്കുന്നു, അവൻ്റെ ഉള്ളിലത് കിടക്കുന്നു. വലിയൊരു ബോംബ്, പിന്നീട് പൊട്ടാനായിട്ടുള്ള ബോംബ് അത് ആ വയലിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. തിന്മയിൽ കിടന്ന് കുളിച്ച് രസിച്ച് ജീവിക്കാനുള്ള ഒരു വലിയൊരു എൻകറേജ്മെൻ്റ് അവൻ കൊടുക്കുന്നുണ്ട്. എന്ത് പറ്റും? അനേകരായി ആത്മീയരായി വളർന്നു വന്നവൾ, വളരെ വലിയ പാരമ്പര്യ സഭകളിൽപ്പെട്ട കുട്ടികൾ, അവർ കോളേജുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും എല്ലാം വളർന്നു വരുമ്പോൾ തിന്മയോട് കൂട്ടുകൂടി ഏതഴുക്കിലേക്കും പോകാൻ, ആരുടെ മടിയിലും കിടക്കാൻ, എന്ത് വേണേലും ചെയ്യാൻ, ഏത് ദേഹത്തോടും ഇടപെടാൻ, ജഡത്തോട് യാതൊരു ആദരവും ഇല്ലാതെ പ്രവർത്തിക്കാൻ, എന്തും കഴിക്കാൻ, ഏത് മദ്യവും പാനം ചെയ്യാൻ, പതുക്കെ ഊളിയിട്ടവരാ പിശാചിൻ്റെ ആ വലിയ കലക്കവെള്ളത്തിലേക്ക് ചാടിപ്പോകുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ആത്മീയരായിട്ട് മുമ്പോട്ട് പോകുന്നവർക്ക് പോലും അവരുടെ ഉള്ളിൽ കിടക്കുന്ന തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരും. അത് വലിയൊരു ചതിയാണ്, പിശാച് ചെയ്യുന്ന വലിയൊരു ചതിയാണ്. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യൻ, അദ്ദേഹം വലിയ ധ്യാനത്തിനുമായിട്ട് പോയി, വലിയൊരു തപസ്സിനായിട്ട് പോയി, വലിയ ആത്മീയമായ അമാനുഷ്യ ശക്തികൾ നേടാനായിട്ട് വേണ്ടി ധ്യാനവും തപസ്സിനൊക്കെ ആയിട്ട് പോയി. വലിയ കാട്ടിനകത്താണ് പോയത്. മാസങ്ങൾ നീണ്ട കഠിന തപസ് കഴിഞ്ഞിട്ട് അമാനുഷ്യ ശക്തികളുമായിട്ട് ആ മനുഷ്യൻ തിരിച്ചു വരുന്ന നടന്ന് തിരിച്ച് ഒരു ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ഒരു മരത്തിൻ്റെ കീഴിൽ അല്പം ഒന്ന് വിശ്രമിക്കാനായിട്ട് ആ മരത്തിൻ്റെ കീഴിലിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചറിയോ? ഒരു കാക്ക കാഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ തലയിലായിരുന്നു. കൃത്യമായിട്ട് കാക്ക കാഷ്ടം വന്ന് അവൻ്റെ തലയിൽ നല്ല കോപമായി പോയി അദ്ദേഹത്തിന്. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ആ കാക്കയൊന്ന് നോക്കിയപ്പോൾ തന്നെ ആ കാക്ക ചാരമായിട്ട് പോയി. അത്രയ്ക്കും വലിയൊരു കഴിവ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്ന് പോവുക. നല്ല വിശന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു വീട് കണ്ടു. ആ വീട്ടുകാരോട് വിളിച്ച് ചോദിച്ചു, വീട്ടുകാരെ മുട്ടിയിട്ട് വിളിക്കുക, വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഒരനക്കവും കേൾക്കുന്നില്ല. പിന്നെയും വിളിച്ചു, ഒരനക്കവും കേൾക്കാനില്ല. പക്ഷെ ആൾപ്പെരുമാറ്റം അകത്തുണ്ട്, പക്ഷെ ഒരു മറുപടിയില്ല. അദ്ദേഹം അലറി വിളിച്ചു. അത്രയ്ക്കും കടുത്ത വിശപ്പായിരുന്നു അദ്ദേഹം. ഉടനെ വീടിൻ്റെ അകത്തു നിന്ന് ഒരു സ്ത്രീ പെട്ടെന്ന് പറഞ്ഞു,
എൻ്റെ മാതാവിനെ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന്. ഞാനിപ്പോൾ എൻ്റെ മാതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം കേട്ടപ്പോൾ ഉടനെ തന്നെ ഈ മനുഷ്യൻ, ഈ താപസനായ ഈ മനുഷ്യൻ, അനേക കഴിവുള്ള ഈ മനുഷ്യൻ, ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞായിരുന്നുവെങ്കിൽ എന്നോട് ഇങ്ങനെ പറയില്ല, എന്നെ ഇങ്ങനെ പ്രകോപിപ്പിക്കരുത്, എന്നെ നിനക്ക് അറിയാവോ, ഇങ്ങനൊരു ഭീഷണിയുടെ ശബ്ദം അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, കാക്കയോട് ചെയ്തത് ഞാൻ അറിഞ്ഞായിരുന്നു, നീ എന്താണ് കാക്കയോട് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷേ എന്നെ അങ്ങനെ ഭസ്മമാക്കാൻ നിനക്ക് സാധിക്കില്ല. അയാൾ ഇത് കേട്ടപ്പോൾ അയാൾ സ്തബ്ധനായിപ്പോയി, ഞെട്ടിത്തെറിച്ചു പോയി. ഈ വീടിനകത്ത് ഈ കഥ കടച്ച് വീടിനടുത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീ ഞാൻ ഈ കാക്കയോട് കാതങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യം എങ്ങനെ അറിഞ്ഞു, നീ ഏത് തരത്തിലുള്ള തപസ്സാണ് ചെയ്യുന്നത് എന്നൊക്കെ അയാൾ ചിന്തിച്ചിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പുറത്തേക്ക് വന്നപ്പോൾ ഇതേ ചോദ്യം തന്നെ ആ സ്ത്രീയോട് അയാൾ ചോദിക്കുകയുണ്ടായി. അപ്പം ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെയുള്ളവരെ പരിചരിക്കുന്ന ഒരു തപസ്സാണ് ചെയ്യുന്നത്, എൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടെ ജീവിക്കുന്നവരുടെ സദാ പരിചരിക്കുന്ന ഒരു തപസ്സാണ് ഞാൻ ചെയ്യുന്നത്, ആ ധ്യാനമാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു വാക്ക് പറഞ്ഞു. അയാൾ പിന്തിരിഞ്ഞ് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ കോപത്തിൻ്റെ, ഭീഷണിയുടെ, അല്ലെങ്കിൽ അനേകരെ കുറ്റം വിധിക്കുന്ന, ഞാൻ എന്തോ കഴിവ് സിദ്ധിച്ചവനാണെന്നുള്ള എന്നൊക്കെയുള്ള ചിന്തകൾ, പാപത്തിൻ്റെ ചിന്തകളും പാപത്തിൻ്റെ പ്രവൃത്തികളും വന്നേക്കാം. എന്നാൽ അനേകരുടെ ധ്യാനം മറ്റൊന്നാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂടെയുള്ളവരെ ചിലപ്പോൾ ഒരു പ്രായമായ അമ്മച്ചിയെ സഹായിക്കുമ്പോൾ, ഒരു ഗ്ലാസ് പാല് തിളപ്പിക്കുമ്പോഴും 1 മിനിറ്റിൻ്റെ ഒരു ധ്യാനം ഇവിടെ ആവശ്യമാണ് പ്രിയരെ. അല്ലെങ്കിൽ ഒരു അമ്മച്ചിക്ക് ഒരു കഞ്ഞി ഒരു സ്പൂണിലൊക്കെ കോരി കൊടുക്കുമ്പോൾ 1 മിനിറ്റിൻ്റെ ഒരു ധ്യാനം അവിടെ ആവശ്യമാണ്. അങ്ങനെ അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്നവർ, പാപം പറ്റാതെ ജീവിക്കുന്നവർ, നമ്മുടെ കൂടെ എവിടെന്നെങ്കിലും ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്നതല്ല, പരിസരങ്ങളോട് ഇടപെട്ട്, പരിസരങ്ങളിൽ കളകളുണ്ട്, കളകളുടെ ഇടയിലാണ് നമ്മൾ വളരേണ്ടത്. കളകളുടെ ഇടയിൽ വളരുമ്പോൾ കറ പറ്റാതെ നമ്മൾ ജീവിക്കണം. കളയുടെ ഇൻഫ്ലുവൻസിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നാം ആരാണ്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വിത്ത്, കർത്താവിൻ്റെ കയ്യിൽ നിന്നൊരു വിത്താണ് നമ്മൾ. ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് ഒരിക്കലും മറക്കരുത്. ജീവൻ തുളുമ്പി നിൽക്കുന്ന ഒരു വിത്താണ്. എന്നാൽ അറുപ്പാനായിട്ടാണ് അവൻ വന്നത്. ഞങ്ങളിവിടെ കുറച്ച് ചീരയുടെ വിത്ത് വിതച്ചു. ചീര മുളച്ചൊന്നുമില്ല, അനേകം അല്ലാത്ത കളച്ചെടികൾ അവിടെ വളർന്നു വന്നു. ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ അനേകം സ്പോറുകളുണ്ട്, അനേകം തെറ്റിൻ്റെ സ്പോറുകളുണ്ട്. ഒരു ബ്രെഡ് പീസ് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പം ഒരു കറുത്ത പൂപ്പൽ അങ്ങോട്ട് വരുന്നത് എന്താ? ഈ പൂപ്പലിൻ്റെ സ്പോർ ഈ അന്തരീക്ഷത്തിലുണ്ട്. ഈ ലോകം അവൻ്റെ അധീനതയിൽ കിടക്കുന്നു. എന്നാൽ അവിടെ നമ്മൾ നന്നായി കർത്താവിനെ ധ്യാനിച്ച്, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, ആ വചനം ധ്യാനിച്ച്, വചനത്തിലൂടെ നമ്മൾ ജീവിച്ച്, ചുറ്റുപാടുമായി എല്ലാവരെയും സ്നേഹിച്ച് വളർന്നു വരികയാണെങ്കിലോ മനോഹരമായിരിക്കും. നമുക്ക് അത് വായിച്ച് കേൾക്കാം. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും. 2ഉം കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട്, മുമ്പേ കള പറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 2ഉം കൂടെ വളരട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അത് നേരത്തെ പറിച്ചു കളയട്ടെ എന്ന് ആ വേലക്കാർ ചോദിക്കുമ്പം, വേണ്ട, ആ കള പറിക്കണ്ട, എൻ്റെ വിത്തുകൾ അവിടെ നിൽപ്പുണ്ടല്ലോ, ഞാൻ വളർത്തിയ ആ വിത്തുകൾ അവിടെ ഉണ്ടല്ലോ, അതിൻ്റെ വേരിന് പോലും ഒന്നിനും ഒരു കോട്ടവും തട്ടാൻ പാടില്ല. അത് വളരട്ടെ. വളർന്നു, അത് ഫലം കായ്ച്ചു, അനേകം ഫലം കായ്ച്ചു. ഫലം വന്നതോളം എന്താ ചെയ്തത്? അവരുടെ തല കുനിഞ്ഞു വന്നു. ദൈവത്തിന് സ്തോത്രം. ആ കതിര് കുനിഞ്ഞു വന്നു. ആ താഴ്മയിലൂടെ അവർ ജീവിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 2ഉം കൂടെ വളരട്ടെ. ഒരു പ്രത്യേക കൊയ്ത്താണ് അവസാന കാലത്ത് നടക്കുന്നത്. എന്താ ചെയ്തത്? ആ കളസസ്യങ്ങളെ മാത്രം, ഫലം കൊടുക്കാതെ നിന്നിരുന്ന ആ കളസസ്യങ്ങളെ മാത്രം കർത്താവ് ഒരു വേലക്കാരെ വെച്ച് കൊയ്തെടുക്കുകയാണ്. കെട്ടുകളായിട്ട് കെട്ടിയിട്ട് വലിയ അഗ്നിയിലേക്ക് വലിച്ചിട്ടു. അവിടെ വലിയൊരു അഗ്നി കൊണ്ട് നടക്കുകയാണ്. അപ്പോഴും ആ നല്ല സസ്യങ്ങൾ, ആ നല്ല ഗോതമ്പ് ചെടികൾ തല ചായ്ച്ച് സർവേശ്വരനെ ധ്യാനിച്ച് സ്തോത്രം പാടി അവനെ വന്ദിച്ച് അവിടെ നിൽക്കുന്ന കാഴ്ച മനോഹരമായ കാഴ്ചയാണ്. ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു പൂർണ്ണതയിലേക്ക് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യമുണ്ട്. ദുഷ്ടൻ അറുപ്പാനും മുടിപ്പാനും എല്ലാം ഓടി വന്നിരുന്നു, എന്നാൽ ഞാൻ വന്നത് എന്താണ്? ഞാൻ ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും അത്രേ എന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ ജീവനിലേക്ക്, ആ നിത്യജീവനിലേക്ക്, അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ നിത്യജീവനിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കിടക്കണ്ടേ പ്രിയരെ?
നമുക്കൊരു നിമിഷം ധ്യാനിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ഉള്ളിൽ മറന്നു കിടന്നിരുന്ന പാപങ്ങൾ, നമ്മൾ ഡെലിബറേറ്റായിട്ട് ചെയ്തിരുന്ന റോങ്സ്, നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഗ്രേറ്റ് ക്രൈംസ്, അതെല്ലാം നമുക്ക് മാറ്റിയെടുത്തിട്ട് കർത്താവിൻ്റെ വയലിൽ നമ്മൾ നല്ല വേലക്കാരായിട്ട് കർത്താവെ, ഇനി ഞാൻ മനസ്സറിഞ്ഞൊരു പാപം ചെയ്യില്ല, കർത്താവെ നിൻ്റെ നിത്യരാജ്യത്തിലേക്ക് ഞാനും വരുന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടി, ഒരു താഴ്മയോടുകൂടി എൻ്റെ സർവ്വ അഹങ്കാരവും താഴെ വെച്ചിട്ട് ഞാൻ എന്തോ ആണെന്നുള്ള ഭാവമെല്ലാം താഴെ വെച്ചിട്ട് വിനയത്തോടെ ആ നെൽക്കതിർ, ആ ഗോതമ്പിൻ്റെ കതിർ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത് പോലെ, ആ നന്മയുടെ മണികൾ, ആ സ്വർണ്ണ നിറമുള്ള മണികളുമായി ഇങ്ങനെ കർത്താവിനെ വന്നിച്ച് നിൽക്കുന്നത് പോലെ നമുക്ക് ഓരോരുത്തർക്കും നിൽക്കേണ്ട പ്രിയരെ, അങ്ങനെ നിൽക്കണം. ജീവനത്തിൻ വമ്പൂ വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, പ്രാകാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി, പ്രാകാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. നമുക്ക് ആ കുരിശിലേക്ക് നോക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണിൽ അടയ്ക്കാം. കർത്താവേ, പാപികളും ദോഷികളുമായ അടിയങ്ങൾ കർത്താവെ ഇത്രത്തോളം നീ കൊണ്ടുവന്നു, ഇന്നയോളം നീ കൊണ്ടുവന്നു. പല തെറ്റുകൾ ഞങ്ങൾ വന്നത് അറിഞ്ഞില്ല കർത്താവെ, പല വീഴ്ചകൾ ഞങ്ങൾ വന്നത് അറിഞ്ഞില്ല കർത്താവെ, ഇത് തെറ്റാണെന്ന് പോലും അറിഞ്ഞില്ല കർത്താവെ. എന്നാൽ ജീവൻ്റെ രംഗത്തേക്ക്, നിൻ്റെ വചനത്തിൻ്റെ മുമ്പിലേക്ക് നിസ്സാരരായ അടിയങ്ങളെ, പാപികളായ അടിയങ്ങളെ നീ കൂട്ടിക്കൊണ്ടു വന്നല്ലോ കർത്താവെ. നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇനിയും നീ ഞങ്ങളെ വഴി നടത്തണമേ, നിൻ്റെ വചനത്തിൻ്റെ വഴിയിൽ, നിൻ്റെ സത്യവചനത്തിൻ്റെ വഴിയിൽ കർത്താവെ ഞങ്ങൾക്ക് നിൽപ്പാനൊരു കൃപ തരണമേ, അന്ത്യം വരെ നിൽപ്പാനൊരു കൃപ തരണമേ. നിനക്ക് വേണ്ടി ആത്മാവിൻ്റെ ഫലങ്ങൾ നൽകിക്കൊണ്ട് നിൽപ്പാനുള്ള കൃപ അടിയങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ എല്ലാ മഹത്വവും നീ മാത്രം എടുക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടറിയണമേ. ആമേൻ.